എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറിലേക്ക് സ്വാഗതം. തൃക്കേട്ട നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലമാണ് പറയുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സമ്പൂർണ്ണ വിഷുഫലം ഏപ്രിൽ 2025 മുതൽ 26 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. Three of Cups, Knight of Wands, Wheel of Fortune, King of Wands, Judgment, Queen of Wands. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 of Cups and Judgment എനർജിയാണ്. ഈ ഒരു വർഷം പൊതുവേ നല്ലൊരു സമയമാണ്. കുടുംബത്തിന് ഒരു ഒത്തൊരുമയും കുടുംബത്തിലെല്ലാവരും ഒരുമിച്ച് ചേർന്ന് സഹകരിച്ചു പോകുന്ന സമയമാണ്. പൊതുവേ കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങളും വഴക്കുകളും, അതായത് ചില ഫാമിലീസിൽ ഇപ്പം അച്ഛനമ്മമാരും മക്കളും തമ്മിലൊരു സ്വരച്ചേർച്ചയില്ലായ്മ അതുപോലുള്ള ഒരു സാഹചര്യമൊക്കെയാണ് നിങ്ങളുടെ ഫാമിലിയിലെങ്കിൽ ഈ ഒരു വർഷക്കാലം അതിനെക്കുറിച്ച് ആലോചിച്ചൊരു വേവലാതിയുടെ ആവശ്യമില്ല. ഫാമിലി ആയിട്ട് ഒരുമിച്ച് ഒരു എന്താ പറയുക, ഒരു സന്തോഷത്തോടു കൂടിയിട്ട്, പ്രത്യേകിച്ച് വഴക്കും വലിയ പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു കുടുംബമായിട്ട് മാറുന്ന ഒരു കുടുംബാന്തരീക്ഷമാണ് കാണുന്നത്. അച്ഛനും അമ്മയും മക്കളും ഒക്കെ ചേർന്നിട്ട്, അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ചേർന്നിട്ട് ഒരു നല്ലൊരു കുടുംബം, സകുടുംബം സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു അന്തരീക്ഷം. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് പൊതുവിൽ യാത്രകളൊന്നും പോവാത്ത ആളുകളാണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ യാത്രകൾ പോകുന്നുണ്ട്, ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനുള്ളൊരവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഫാമിലിയായിട്ട്. ചില ആളുകൾ വാഹനം വാങ്ങിക്കാനുള്ള അവസരമുണ്ട്. വാഹനം വാങ്ങിക്കുന്നതും അതിനുശേഷം ഒത്തിരി യാത്രകൾ കാണിക്കും. നിങ്ങൾ സകുടുംബം യാത്ര ചെയ്യുന്നതിനുള്ളൊരു അവസരമുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു മാസം എന്ന് പറയുന്നത് കുറച്ച് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം കൂടുതൽ കാണിക്കുന്ന സമയമാണ്. അപ്പോൾ ആത്മീയതയിലേക്ക് കൂടുതൽ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള വഴക്കുകളിലും താല്പര്യമില്ലാത്തൊരു സ്വഭാവമായിരിക്കും നിങ്ങളുടേത്. അപ്പോൾ പൊതുവേ നിങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും ദേഷ്യപ്പെടുന്ന വ്യക്തി നിങ്ങളാണ് എങ്കിൽ അപ്പോൾ എന്ത് കാര്യം വന്നാലും നിങ്ങളങ്ങനെ ദേഷ്യമൊന്നും വരുന്നില്ല. എല്ലാം വളരെ സമ്മതിത്തതോടും വളരെ മിതമായിട്ടുള്ള സംസാരമൊക്കെ ആയതുകൊണ്ട് തന്നെ വഴക്കുകളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ പോകുന്നു. മാത്രമല്ല എല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കണ്ണിലൂടെ കാണാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പൊതുവെ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നൊരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതെ അവരുടെ കാഴ്ചപ്പാടിലൂടെ കൂടി നിങ്ങളെല്ലാം കണ്ടു നോക്കുന്ന ഒരു സമയമാണ്. അതേപോലെ നിങ്ങൾക്ക് ചെയ്യുന്നതിൻ്റെ പരമാവധി നിങ്ങളെല്ലാ പ്രവൃത്തിയും ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ഇല്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ അവരത് ചെയ്തില്ല അല്ലെങ്കിൽ അവരെന്താ അത് ചെയ്യാത്തത് അങ്ങനെയുള്ള ചിന്തകളൊന്നും നിങ്ങളെ അലട്ടുന്നില്ല. നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ സ്വയം അക്സെപ്റ്റ് ചെയ്യാണ് നിങ്ങളെ തന്നെ. ഈ ഒരു സമയം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വൽ അവേക്കനിങ്, ഒരു ബോധോദയം ഉണ്ടാകുന്ന സമയം എന്ന് പറയാം. അങ്ങനെ ഒരു പോസിറ്റീവ് ലെവലിലേക്ക്, ഒരു തലത്തിലേക്ക് നിങ്ങൾ ഉയരുന്ന ഒരു സമയമാണ്. പൊതുവേ വളരെയധികം നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ അധികം ക്ഷമാശീലരായിട്ട് മാറുന്നുണ്ട്. അതേപോലെ തന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്താൽ പോലും അവരോട് പെട്ടെന്ന് ഫൊഗീവ് ചെയ്യുന്ന, അവരോട് ക്ഷമിക്കുന്ന ഒരു ശീലം നിങ്ങളിൽ വളർന്നു വരുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഒത്തിരി സെൽഫ് ഡൗട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സംശയമാണ്, നിങ്ങളെ കൊണ്ടത് പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ മാറി നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് മാറുകയാണ്. നിങ്ങളെക്കുറിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വലിയൊരു കോൺഫിഡൻസ് വരുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നു എന്നുള്ളത്. അതേപോലെ നൈറ്റ് ഓഫ് ഫോൺസ് ആൻഡ് കിങ് ഓഫ് ഫോൺസ് എനർജിയാണ്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ വളരെ മിതഭാഷയാണ്, ദേഷ്യവും വാശിയും ഒക്കെ കുറവാണ് എന്നുള്ളത് സത്യം തന്നെ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നിരുന്നാലും പ്രതികരിക്കേണ്ട അടുത്തു നിന്നൊന്നും നിങ്ങൾ മാറി നിൽക്കുന്നത്, അതായത് നിങ്ങൾ ദേഷ്യവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ പ്രതികരിക്കേണ്ട അടുത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു ആക്രോശിക്കുക, ദേഷ്യം പിടിക്കുക, അല്ലെങ്കിൽ അഗ്രസീവായിട്ടൊന്നും ആയിരിക്കില്ല. പറയാനുള്ളത് വളരെ പുഞ്ചിരിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ വളരെ മിതമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അതങ്ങനെയല്ല എന്നുള്ളത്. ആരായാലും അത് നിങ്ങൾ പറയും, പക്ഷെ നിങ്ങളുടെ വാക്കുകളിൽ ഒരു ധാർഷ്ട്യമോ ദേഷ്യമോ ആയിരിക്കില്ല, മറിച്ച് സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ പറയുന്നു. വളരെ മിതമായിട്ടുള്ള രീതിയിൽ പറയുന്നത് കൊണ്ട് തന്നെ ആളുകൾക്കും അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യമല്ല വരുന്നത്, മറിച്ച് അതങ്ങനെയാണോ എന്ന് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു രീതിയാണ്.
അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നും അധികം നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രശ്നങ്ങളായിട്ടൊന്നും വരുന്നില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അതൊരു കുറ്റപ്പെടുത്തലായിട്ട് തോന്നുന്നുണ്ടാവില്ല പലപ്പോഴും. അപ്പോൾ അങ്ങനെ ഒരു എനർജിയാണ്. പിന്നെ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ വളരെയധികം സാധ്യതകളുള്ളൊരു ഒരു വർഷമാണ്. ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ഒത്തിരി ഹയർ പൊസിഷനിലേക്ക് പോകുന്നുണ്ട്. പ്രൊമോഷനൊക്കെ കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. വിദേശത്തേക്ക് പോകാനുള്ള അവസരം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ IT ഫീൽഡിലോ മറ്റെന്തെങ്കിലും കമ്പനിയിൽ നിന്ന് വിദേശത്തേക്ക് വിടുന്ന തരത്തിലുള്ള ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്. നിങ്ങൾ വിദേശത്ത് പോയിട്ട് പഠിക്കുന്നതോ അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യുന്നതോ കാണുന്നുണ്ട്. വിദേശത്ത് പോയിട്ട് അവിടെ ജോലി ചെയ്യാനുള്ള അവസരവും കാര്യങ്ങളും, പിന്നെ അവിടെ ചേക്കേറി പാർക്കാൻ മുന്നോട്ടേക്ക് അവസരങ്ങൾ വന്നേക്കാം. അത് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചിട്ടിരിക്കും. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ യാത്രകൾ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഒത്തിരി യാത്രകൾക്കുള്ള അവസരങ്ങളും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി വെക്കുക. പാസ്പോർട്ട് എക്സ്പയർ ആവാറായിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് വിദേശത്തേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ളത് നോക്കി റെഡിയാക്കി വയ്ക്കുക എന്നുള്ളതാണ്. അതേപോലെ നല്ലൊരു ഓൺട്രപ്രനോറിയൽ എനർജി ഉണ്ട് ബിസിനസ് സംബന്ധമായിട്ട്. ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ബിസിനസ് സാധ്യത, ബിസിനസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും നേരത്തെ ഓൾറെഡി ബിസിനസ് ഉണ്ട് പക്ഷെ അത് നല്ല രീതിയിലല്ല പോകുന്നത് എന്നുള്ളവർക്കും ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു അവസരവും സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ക്രിയേറ്റീവായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ പല കാര്യങ്ങളിലും ഒരു ക്രിയേറ്റിവിറ്റി കാണാനായിട്ട് പറ്റും നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും. ഇപ്പോൾ ജോലിയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും അതിലൊരു ക്രിയേറ്റിവിറ്റി, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ എഴുതി വയ്ക്കുന്നത്, അത് അടുക്കും ചിട്ടയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് നിങ്ങളിൽ കാണുന്നൊരു വർഷമായിരിക്കും ഇത്. കിങ് ഓഫ് ഫോൺസ് ആൻഡ് ക്യൂൻ ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾ പൊതുവെ വളരെ ഡിറ്റർമൈൻഡ് ആയിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാനായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും നിങ്ങൾ. അതേപോലെ തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് എപ്പോഴും നിങ്ങളായിരിക്കും എല്ലായിടത്തെയും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ അത് വിദ്യാർത്ഥികളെക്കുറിച്ച് മാത്രമല്ല. ഇപ്പം നിങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ കോളേജിലോ സ്കൂളിലോ മറ്റിടങ്ങളിൽ നിങ്ങളായിരിക്കും എല്ലാവരുടേക്കും മാതൃകയായിട്ടുള്ളത്. അതായത് ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടമ്മയാണ് എങ്കിൽ കൂടി നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെയോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഭാഗമായിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ നിങ്ങളായിരിക്കും ഹീറോയിൻ അല്ലെങ്കിൽ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങളായിരിക്കും എന്നുള്ളത്. ജോലിയിലുള്ളവർക്ക് അങ്ങനെയും ആ ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ആത്മവിശ്വാസമുണ്ട്. കാരണം നേരത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തോൽവികൾ അത് എന്നേക്കുമായിട്ടുള്ളതാണ് എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് മാറി നിങ്ങൾ ഇനിയും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലേക്ക് വരുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ പക്വതയോട് കൂടിയിട്ടും വൃത്തിയായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടായിരിക്കും എല്ലാം ചെയ്യുന്നത്. എല്ലാം കൃത്യമായിട്ട് ചെയ്തു വയ്ക്കും എന്നുള്ള രീതിയിൽ ഈ ഒരു സമയം ഏറ്റവും നല്ല സമയമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ചെയ്തു തീർക്കുക. നിങ്ങളുടെ പാഷൻ അത് വളരെ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം. അതേപോലെ വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. അപ്പം വീൽ ഓഫ് ഫോർച്യൂൺ എനർജി എന്ന് പറയുന്നത് വലിയ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സമയമാണ് ഈ ഒരു വർഷം. അപ്പോൾ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നടുവിൽ നിൽക്കാൻ പറ്റുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നല്ല അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ അവസരങ്ങൾ വന്നാൽ മാത്രം പോരല്ലോ, നമ്മളത് ഉപയോഗിക്കണമല്ലോ. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം രാജയോഗം എന്നൊക്കെ പറയുന്ന സമയമാണ്. പക്ഷേ ഈ ഒരു രാജയോഗം ഉണ്ടാകുമ്പോൾ അവസരങ്ങൾ മുമ്പിൽ കൊണ്ടുതരും ദൈവം. പക്ഷേ നമ്മളതെടുത്ത് ഉപയോഗിക്കണം. അല്ലാതെ വെറുതെ നോക്കി നിന്നാൽ ഒന്നും സംഭവിക്കില്ല. ആ അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുകയും അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഫലം കിട്ടും. ഒരു ലക്കി ആയിട്ടുള്ള നമ്മൾ പറയും ലക്കി ആയിട്ടുള്ള സമയമാകുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത് കൂടി ചെയ്യണം. അല്ല നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. താൻ പാതി ദൈവം പാതി എന്നുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ആക്ഷൻ എടുക്കുക, അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എടുക്കുക. പിന്നെ ഈ പറയുന്ന പോലെ ലോട്ടറി ഭാഗ്യവും ചില ആളുകൾക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ലോട്ടറി കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്.
നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ മാത്രം ചെയ്താൽ മതി. അവസരങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.